ഭക്തർക്ക് ദർശനം നൽകി ഗുരുവായൂരപ്പൻ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളി. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതലാണ് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കുക. രാവിലെ ശ്രീഭൂത ബലിക്ക് നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് ബലി തൂവുന്ന സമയത്ത് ഭഗവാൻ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ ഉപവിഷ്ടനായി തന്നെ വണങ്ങാനെത്തുന്ന ദേവഗണങ്ങൾക്ക് ദർശനം നൽകുന്നു. പൂർണ്ണമായും സ്വർണത്താൽ നിർമ്മിച്ച പഴുക്ക മണ്ഡപത്തിൽ വീരാളിപ്പട്ട് വിരിച്ച് ആലവട്ടം, ബെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ച് അതിൽ രാജകീയ പ്രൗഢിയിലാണ് ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തിയത്. വടക്കേ പ്രദക്ഷിണ വഴിയിൽ ശ്രീ ശങ്കരാചാര്യർ സാഷ്ടാംഗം ഭഗവാനെ പ്രണമിച്ച പുണ്യസ്ഥാനത്താണ് രാത്രിയിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തിയത്. ചുറ്റും കർപ്പൂര ദീപം തെളിയിച്ച് അഷ്ടഗന്ധത്തിന്റെ ധൂമപ്രപഞ്ചത്തിലാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത്. മുന്നിൽ നിലവിളക്കുകളും കുത്തുവിളക്കുകളും നിരത്തിവെച്ചു. 3 മണിക്കൂർ നേരം താഴമ്പകയുടെ ശബ്ദതരംഗങ്ങൾ ആസ്വദിച്ച് തന്റെ പ്രജകൾക്ക് ഗുരുവായൂരപ്പൻ ദർശനം നൽകി. രാത്രിയിൽ പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പന് മുന്നിൽ കേരളത്തിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ വാദ്യവിദഗ്ധർ താഴമ്പക അവതരിപ്പിക്കും. ഉത്സവം 2ാം ദിവസമായ ചൊവ്വാഴ്ച രാത്രി ഗുരുവായൂർ കൃഷ്ണകുമാറിന്റെ താഴമ്പകയോടെയാണ് തുടക്കമായത്. തുടർന്ന് കരയിടൻ ചന്ദ്രൻ മാരാർ, നീർവേലി പത്മകുമാർ മാരാർ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഡബിൾ താഴമ്പകയും ഗുരുവായൂർ ഗോപൻ, പറമ്പന്തള്ളി വിജേഷ്, രജീഷ് പാർത്ഥസാരഥി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ത്രിപിൾ താഴമ്പകയും അരങ്ങേറി. ഉത്സവ നാളുകളിൽ മാത്രമാണ് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത്. സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിയ ഗുരുവായൂരപ്പനെ ദർശിക്കുന്നതിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്.